അനു ഹിയർ. ഇന്ന് ശരിക്കും നമ്മൾ ഒരുപാട് തവണ അല്ലെങ്കിൽ ചെറുപ്പം തൊട്ടേ കേട്ടിട്ടും കണ്ടിട്ടുമുള്ള ഒരു ഫിനോമിനൻ, ഈ നക്ഷത്രങ്ങൾ മിന്നി തിളങ്ങുന്നത്. ട്വിങ്കിൾ ട്വിങ്കിൾ ലിറ്റിൽ സ്റ്റാർ, ആ പാട്ടൊക്കെ നമ്മൾ കുഞ്ഞിലേ പഠിച്ചിട്ടുണ്ടല്ലേ. അപ്പോൾ ഈ നക്ഷത്രങ്ങൾ മിന്നി തിളങ്ങുന്നത് അല്ലെങ്കിൽ ട്വിങ്ക്ലിംഗ് ഓഫ് സ്റ്റാർസ്, അത് എന്തുകൊണ്ടാണ്? അതുപോലെ തന്നെ ഈ ശരിക്കും സ്റ്റാർസ് അവരുടെ റിയൽ പൊസിഷനെക്കാട്ടിലും കുറച്ചും കൂടെ ഹയർ പൊസിഷനിലാണ് അവർ ആയിരിക്കുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യാം. അത് എന്തുകൊണ്ടാണ്? അതുപോലെ തന്നെ നമ്മൾ ശരിക്കും സൺറൈസും സൺസെറ്റും ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ ശരിക്കും സൂര്യൻ ഉദിക്കുന്നതിന് ആ ഒരു ഹൊറൈസനെ ക്രോസ് ചെയ്ത് വരുന്നതിനും 2 മിനിറ്റ് മുമ്പേ തന്നെ നമുക്ക് സൂര്യനെ കാണാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ സൂര്യൻ അസ്തമിച്ചതിന് ശേഷം അല്ലെങ്കിൽ ഹൊറൈസൺ ക്രോസ് ചെയ്ത് പോയതിന് ശേഷം ഒരു 2 മിനിറ്റ് നേരത്തേക്കും കൂടെ നമുക്ക് സൂര്യനെ കാണാനും പറ്റുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ എന്തുകൊണ്ടാവും? ഇതാണ് നമ്മളിന്ന് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നത്. അപ്പോൾ നിങ്ങളും രാത്രിയിൽ ഇങ്ങനെ മാനത്തേക്ക് നോക്കി നക്ഷത്രങ്ങളൊക്കെ ഇങ്ങനെ മിന്നി തിളങ്ങുന്നതൊക്കെ നോക്കി അറ്റ്ലീസ്റ്റ് കുറേ നേരങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ ലൈഫിൽ ഇരുന്നിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ നമ്മൾ ഈ നൈറ്റ് സ്കൈയിൽ നക്ഷത്രങ്ങൾ നല്ല തെളിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആണെങ്കിൽ രാത്രിയിൽ നമുക്ക് നക്ഷത്രങ്ങൾ കാണാൻ പറ്റും. പക്ഷേ നിങ്ങളൊരു ആസ്ട്രോനട്ട് ആണെന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങളൊരു ബഹിരാകാശ സഞ്ചാരി ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ ശരിക്കും സ്പേസിൽ വെച്ചിട്ട് നമ്മൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് ഈ ട്വിങ്ക്ലിംഗ് ഓഫ് സ്റ്റാർസ് കാണാൻ പറ്റില്ല. നിങ്ങൾ ശരിക്കും അവിടെ നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ചെറിയ ചെറിയ ഡോട്ട്സ്, ചെറിയ ചെറിയ സ്പോട്സ് ആയിട്ടാണ് നക്ഷത്രങ്ങളെ കാണുക. അതായത് ഇത്രയേ ഉള്ളൂ. നമുക്ക് എർത്തിൽ നിന്ന് നോക്കുമ്പോഴാണ് ശരിക്കും ഈ ട്വിങ്ക്ലിംഗ് ഓഫ് സ്റ്റാർസ് കാണാൻ പറ്റുക. നമ്മൾ സ്പേസിൽ നിന്ന് നോക്കിയാലോ അവിടെ ഈ ട്വിങ്ക്ലിംഗ് ഇല്ല. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടായിരിക്കും നമ്മൾ എർത്തിൽ നിന്ന് നോക്കുമ്പോൾ സ്റ്റാർസ് ട്വിങ്കിൾ ചെയ്യുന്നത്? അപ്പോൾ നമ്മൾ നമ്മളുടെ ക്വസ്റ്റ്യൻ കുറച്ചും കൂടെ ക്ലിയർ ആക്കി. അപ്പോൾ എന്തായിരിക്കും സ്പേസിൽ നിന്ന് നോക്കുമ്പോഴും നമ്മൾ എർത്തിൽ നിന്ന് നോക്കുമ്പോഴുള്ളൊരു വ്യത്യാസം? നിങ്ങളുടെ മനസ്സിൽ വിചാരിച്ച ആൻസർ കറക്റ്റാണ്. എന്താണ്? എർത്തിന് അറ്റ്മോസ്ഫിയർ ഉണ്ട്. അപ്പോൾ ശരിക്കും എർത്തിൻ്റെ അറ്റ്മോസ്ഫിയറിൽ കൂടെയുള്ള റിഫ്രാക്ഷൻ്റെ ഫലമായിട്ടാണ് നമുക്ക് സ്റ്റാർസ് ട്വിങ്കിൾ ചെയ്യുന്നതായിട്ട് തോന്നുന്നത്. അതെങ്ങനെയായിരിക്കും? അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നതിന് മുന്നേ ഞാൻ നിങ്ങൾ ഒരുപാട് തവണ ശ്രദ്ധിച്ചിട്ടുണ്ടാവുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും കണ്ടിട്ടുണ്ടാവുന്ന ഒരു കാര്യം ഞാൻ നിങ്ങളുടെ ജസ്റ്റ് ഓർമ്മയിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കണം. നിങ്ങളിപ്പോൾ ഓക്കെ നിങ്ങളുടെ എക്സ്കർഷനൊക്കെ പോകുമ്പോഴേക്കും നിങ്ങൾ ക്യാമ്പ് ഫയർ ഒക്കെ നടത്തിയിട്ടുണ്ടോ? അപ്പോൾ അങ്ങനെ ജസ്റ്റ് ഒരു ക്യാമ്പ് ഫയർ ഒക്കെ കാണുമ്പോൾ അല്ലെങ്കിൽ നമ്മളിങ്ങനെ തീ കൂട്ടിയിട്ട് കത്തിക്കുമ്പോൾ നമുക്ക് നോക്കുമ്പോൾ നമ്മൾ ഈ ഫ്രണ്ടിൽ നിന്ന് നമ്മൾ ബാക്കിലേക്ക് നോക്കുമ്പോൾ നമ്മൾ ഈ തീയിൻ്റെ പുറകിൽ ഉള്ള സാധനങ്ങളൊക്കെ ഇങ്ങനെ ഈ മറ്റേ ഷിവർ ചെയ്യുന്ന പോലെ അല്ലെങ്കിൽ ഇങ്ങനെ വിറയ്ക്കുന്ന പോലെ, അതിന് നമ്മൾ ഫ്ലിക്കറിംഗ് എന്ന് പറയും. അപ്പോൾ അങ്ങനെ നിങ്ങളിത് നോട്ടീസ് ചെയ്തിട്ടുണ്ടോ? അപ്പോൾ ശരിക്കും നമ്മൾ ഇപ്പോൾ യൂഷ്വലി ഇപ്പോൾ നമ്മൾ ഈ ജസ്റ്റ് ഇതിൽ കാണുന്ന ആ ഒരു ഇത് നോക്കിക്കോണം കേട്ടോ. അപ്പോൾ അതിന് നമ്മളിങ്ങനെ തീ കത്തുമ്പോഴേക്കും അതിൻ്റെ പുറകിലുള്ള അതിൻ്റെ ബിഹൈൻഡിൽ ഉള്ള ഈ പറയുന്ന ഒബ്ജക്ട്സ് ഒക്കെ ശരിക്കും ഇങ്ങനെ ഷിവർ ചെയ്യുന്നത് പോലെ ഒരു ടർബുലൻറ്റ് എയറിൻ്റെ ഫലമായിട്ട് അത് ഒരു ഷിവറിങ് നമുക്ക് ഫീൽ ചെയ്യും. അതല്ല അതിൻ്റെ പുറകിലുള്ളതൊരു ലൈറ്റ് ആണെങ്കിലോ ഒരു ബൾബോ അല്ലെങ്കിൽ അതിൻ്റെ ആ റൂഫിൻ്റെ അടുത്തുള്ള ഒരു ബൾബൊക്കെ ആണെങ്കിൽ ആ ലൈറ്റ് ഇങ്ങനെ വിറയ്ക്കുന്ന പോലെ ആ ഒരു ഫിനോമിനൻ നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. എന്തുകൊണ്ടായിരിക്കും അത്? ഈ തീ കത്തുമ്പോഴേക്കും ശരിക്കും നമ്മളുടെ ഈ പറയുന്ന ഫ്ലെയിമിന് ചുറ്റുമുള്ള എയർ കൂടുതൽ ഹോട്ടാവും അല്ലേ. അപ്പോൾ അതിന് ദൂരേക്ക് പോകും തോറും ആ ഒരു ചൂടാകുന്നതിൻ്റെ ഇൻറ്റൻസിറ്റി കുറഞ്ഞു വരും. അപ്പോൾ ശരിക്കും നമ്മളുടെ ഈ ഫ്ലെയിമിന് ചുറ്റുമുള്ള എയർ എന്ന് പറയുന്നത് നല്ല ഹോട്ടർ എയർ ആയിരിക്കും. ദെൻ അതുപോലെ തന്നെ അതിൽ നിന്ന് കൂടുതൽ ദൂരം പോകും തോറും ശരിക്കും കൂളർ എയർ ആയിരിക്കും. അപ്പോൾ ഈ ഹോട്ടർ എയർ എന്ന് പറയുമ്പോൾ അതിന് ഡെൻസിറ്റി കുറവായിരിക്കും, കൂളർ എയറിന് ഡെൻസിറ്റി കൂടുതലായിരിക്കും. അപ്പോൾ ഈ ഡെൻസിറ്റി കുറവാകുമ്പോഴത്തേക്കും ഈ പറയുന്ന ഈ ഹോട്ടർ ആയിട്ടുള്ള എയറിന് റിഫ്രാക്റ്റീവ് ഇൻഡെക്സും സ്ലൈറ്റ്ലി ലെസ് ആയിരിക്കും. അപ്പോൾ എന്ത് സംഭവിക്കും? നമ്മളുടെ ഈ പറയുന്ന ഫ്ലെയിമിൻ്റെ പുറകിലുള്ള ലൈറ്റിൽ നിന്ന് വരുന്ന ആ ഒരു ലൈറ്റ് റേ അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പല റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഉള്ള എയറിൻ്റെ ലെയറിൽ കൂടെയാണ് കടന്നു വരുന്നത്. അതായത് കൂളർ എയറിൽ, അതായത് ഡെൻസർ എയറിൽ ശരിക്കും റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടുതലായിരിക്കും. ദെൻ അവിടെ നിന്ന് ഇങ്ങനെ ഫ്ലെയിമിൻ്റെ അടുത്തേക്ക് വരും തോറും ഈ പറയുന്ന എയർ ചൂടായിട്ടിരിക്കുന്നത് കൊണ്ട് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കുറവായതുകൊണ്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സും കുറവായിരിക്കും. അപ്പോൾ ഡിഫറെൻറ്റ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഉള്ള മീഡിയത്തിൽ കൂടെ ഈ ലൈറ്റ് റേ പാസ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? റിഫ്രാക്ഷൻ സംഭവിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ശരിക്കും നമുക്ക് ഈ ഒരു പുറകിൽ കാണുന്ന ആ മറ്റു വലിയ ലൈറ്റ് ശരിക്കും ഇങ്ങനെ ഫ്ലിക്കർ ചെയ്യുന്നത് പോലെ തോന്നുന്നത്.
ഒന്നും കൂടെ ഓർത്തോണം കേട്ടോ. ശരിക്കും ഇങ്ങനെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിലുള്ള ഡിഫറൻസ് കാരണം അവിടെ റിഫ്രാക്ഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഈ എയറിൻ്റെ ഒരു അത് സ്റ്റേഷനറി ആയിട്ട് നിൽക്കില്ലല്ലോ. അപ്പോൾ എയർ ഇങ്ങനെ കീപ്പ് ഓൺ മൂവിങ് ആണ്, ഫ്ലൂയിഡ് ആണ് അല്ലേ. അപ്പോൾ അതിങ്ങനെ ഫ്ലോ ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ അതിൽ ഒരു പെർട്ടിക്കുലർ ലൈനിൽ ഈ കറക്റ്റ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സിന് ഒരു പെർട്ടിക്കുലർ ബൗണ്ടറി ഇല്ലാത്തതുകൊണ്ട്, സ്റ്റേഷനറി ആയിട്ട് എയർ നിൽക്കാത്തതുകൊണ്ട് ഇറ്റ് വിൽ ബി കീപ്പ് ഓൺ മൂവിങ് ഓർ ഇറ്റ് വിൽ ബി കീപ്പ് ഓൺ ചേഞ്ചിങ്. അപ്പോൾ അതുകൊണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന ലൈറ്റ് റേ വരുന്ന ആ ഒരു പാത്ത് ഇങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു നമ്മൾ അതിൻ്റെ പുറകിൽ കാണുന്ന ഒബ്ജക്റ്റ് ഇങ്ങനെ ഇളകുന്നത് പോലെ ഫീൽ ചെയ്യുന്നത്. ദെൻ അതുപോലെ തന്നെ അതിൻ്റെ ഈ ഇൻറ്റൻസിറ്റി ഓഫ് ലൈറ്റ് കൂടുന്നതും കുറയുന്നതും ഈ മൾട്ടിപ്പിൾ റിഫ്രാക്ഷൻസിൻ്റെ കാരണം കൊണ്ട്. സോ ഇപ്പോൾ നമ്മൾ എന്താണ് പറഞ്ഞത്? ശരിക്കും ഒരു ടർബുലൻറ്റ് എയർ സ്ട്രീമിൻ്റെ പിറകിൽ വെച്ച് നമ്മൾ കാണുന്ന അതിൻ്റെ ബിഹൈൻഡിലായിട്ട് നമ്മൾ കാണുന്ന ഒബ്ജക്ട്സ് ഇങ്ങനെ ഫ്ലിക്കർ ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ഷിവർ ചെയ്തുകൊണ്ട് ഇരിക്കുന്നത് പോലെ നമുക്ക് ഫീൽ ചെയ്യുന്നതിൻ്റെ കാരണം ഈ അറ്റ്മോസ്ഫിയറിക് റിഫ്രാക്ഷൻ എങ്ങനെയാണെന്നാണ് നമ്മൾ മനസ്സിലാക്കിയത്. അപ്പോൾ ഇവിടെ എന്താ നമ്മൾ പറഞ്ഞിരുന്നത്? ശരിക്കും എയറിൻ്റെ ഡിഫറെൻറ്റ് ലെയേഴ്സ്, അല്ലെങ്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അറ്റ്മോസ്ഫിയറിലെ എയറിൻ്റെ ഓരോ ലെയേഴ്സും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുകയാണോ? അതായത് അവരുടെ ഓരോ ബൗണ്ടറീസും സ്റ്റേഷനറി അല്ല, അവരിങ്ങനെ കോൺസ്റ്റൻ്റ്ലി ഷിഫ്റ്റിംഗ് ആണ്. ദേ ആർ കീപ്പ് ഓൺ ചേഞ്ചിങ്. അപ്പോൾ ഇങ്ങനെ ഒരു തരത്തിലും കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കാതെ ഇങ്ങനെ ഒരു ടൈം മാറുന്നതനുസരിച്ചിട്ട് ഇവരുടെ ലെവൽസും വേരിയേഷൻസും ഉണ്ടാവുന്നത് കൊണ്ടാണ് ശരിക്കും നമുക്ക് ഈ ഒരു ഫ്ലിക്കറിങ് ഉണ്ടാവുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഈ സെയിം റീസണിൻ്റെ വേറൊരു ഇൻ്റർപ്രിട്ടേഷനാണ് ശരിക്കും നമ്മൾ സ്റ്റാർസ് ട്വിങ്കിൾ ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളതിന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് ഉപകരിക്കുക. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ഇത്രയും നേരം പറഞ്ഞ കാര്യങ്ങൾ ക്രിസ്പായിട്ട് നമുക്ക് നോക്കുകയാണെങ്കിൽ ഇത്രയാണ് കാര്യങ്ങൾ. നമുക്കറിയാം ലെയേഴ്സ് ഓഫ് എയർ എന്ന് പറയുന്നത് സ്റ്റേഷനറി അല്ല, ദേ ആർ കീപ്പ് ഓൺ ചേഞ്ചിങ്. അവരങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നതുകൊണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ അതുവഴി കടന്നു വരുന്ന ലൈറ്റ് റേക്ക് ഇങ്ങനെ മൾട്ടിപ്പിൾ റിഫ്രാക്ഷൻസ് ഉണ്ടാവുന്നുണ്ട്. അതായത് ഇവരുടെ ഡെൻസിറ്റിയിലുള്ള ഡിഫറൻസ് കൊണ്ട് മൾട്ടിപ്പിൾ റിഫ്രാക്ഷൻസ് ഉണ്ടാകുന്നുണ്ട്. അതുപോലെ തന്നെ അവരുടെ ആ ഒരു ലെയേഴ്സിൻ്റെ ബൗണ്ടറി ഇങ്ങനെ കീപ്പ് ഓൺ ചേഞ്ചിങ് ആയതുകൊണ്ട് ആ റിഫ്രാക്ഷൻസിൻ്റെ പാത്വേ ഇങ്ങനെ വേരി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ലൈറ്റ് റേയുടെ പാത്വേ ഇങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് പോലെ തന്നെ നമ്മളുടെ കണ്ണിലേക്ക് വന്ന് വീഴുന്ന ലൈറ്റിൻ്റെ എമൗണ്ടും ഇങ്ങനെ വേരി ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കണ്ണിൽ വരുന്ന ലൈറ്റ് ചില സമയത്ത് കൂടുതൽ ലൈറ്റ് ഉണ്ടാവും, ചില സമയത്ത് കുറച്ച് ലൈറ്റ് ആവും. അപ്പോൾ അങ്ങനെ ആ ഒരു സമയത്ത് എന്താണ് ശരിക്കും സംഭവിക്കാം? അപ്പോൾ നമ്മുടെ ആ ഒരു ലൈറ്റ് സോഴ്സിനെ നമുക്ക് ചില സമയത്ത് നമുക്ക് ബ്രൈറ്റർ ആയിട്ട് ഫീൽ ചെയ്യും, ചിലപ്പോൾ അത് ഭയങ്കര ഡിമ്മറായിട്ട് ഫീൽ ചെയ്യും. അപ്പോൾ ചില സമയത്ത് കൂടുതൽ ലൈറ്റ് നമ്മുടെ കണ്ണിലെത്തുന്നു, ചില സമയത്ത് കുറച്ച് ലൈറ്റ് എത്തുന്നു. അപ്പോൾ ഈ ഒരു ഡിം ആൻഡ് ബ്രൈറ്റ് ഇങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നതുകൊണ്ടാണ് ശരിക്കും നമുക്ക് അവിടെ ഒരു ട്വിങ്ക്ലിംഗ് ഇഫക്റ്റ് ഉണ്ടാവുന്നത്. അപ്പോൾ നമ്മൾ ശരിക്കും അറ്റ്മോസ്ഫിയറിക് റിഫ്രാക്ഷൻ എങ്ങനെയാണ് ട്വിങ്ക്ലിംഗ് ഓഫ് സ്റ്റാർസിന് കാരണമാകുന്നതെന്ന് നമ്മൾ കാണുകയാണ്. അപ്പോൾ ഒന്നാമത്തെ പോയിന്റ് നമുക്കറിയാം, അറ്റ്മോസ്ഫിയറിന് ഡിഫറെൻറ്റ് ലെയേഴ്സ് ഉണ്ട് അല്ലേ. ഡിഫറെൻറ്റ് ലെയേഴ്സിനും ഡിഫറെൻറ്റ് ടെമ്പറേച്ചറാണ്. നമുക്ക് സ്ട്രാറ്റോസ്ഫിയർ ഉണ്ട്, തെർമോസ്ഫിയർ ഉണ്ട്, ട്രോപ്പോസ്ഫിയർ ഉണ്ട്, അങ്ങനെ കുറേ ലെയേഴ്സ് കേട്ടിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഈ പറയുന്ന ഓരോന്നിനും അവരുടെ ടെമ്പറേച്ചർ ഡിഫറെൻ്റ് ആണ്. അപ്പോൾ അതുപോലെ തന്നെ നമുക്കറിയാം ഹോട്ടർ എയർ ആണെങ്കിൽ അവിടെ ശരിക്കും ഡെൻസിറ്റി കുറവായിരിക്കും, കൂളർ എയർ ആണെങ്കിൽ ഡെൻസിറ്റി കൂടുതലായിരിക്കും. ദാറ്റ് മീൻസ് നമ്മൾ പറഞ്ഞ ഡിഫറെൻറ്റ് ലെയേഴ്സ് ഓഫ് അറ്റ്മോസ്ഫിയറിന് ഡിഫറെൻറ്റ് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ആയിരിക്കും. ദാറ്റ് മീൻസ് ഓരോ മീഡിയത്തിൻ്റെയും റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അറ്റ്മോസ്ഫിയറിന് ഡിഫറെൻറ്റ് ലെയേഴ്സ് ഉണ്ട്, ഡിഫറെൻറ്റ് ലെയേഴ്സിനും ഡിഫറെൻറ്റ് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ആണ് ഡ്യൂ ടു ദ ഡിഫറൻസ് ഇൻ ടെമ്പറേച്ചർ ആൻഡ് അഗെയിൻ അവരുടെ റിഫ്രാക്റ്റീവ് ഇൻഡിസസും ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ ഈ ഒരു പോയിന്റ് അവിടെ നിൽക്കുക. ദെൻ അടുത്തത് നമ്മുടെ സ്റ്റാറിനെ നോക്കുകയാണ്. അപ്പോൾ സ്റ്റാർ എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ദൂരെയാണ് എർത്തിൽ നിന്ന് ലൊക്കേറ്റ് ചെയ്തേക്കുന്നത് അല്ലേ. അപ്പോൾ ശരിക്കും നമ്മുടെ സ്റ്റാർ എന്ന് പറയുന്നത് ഒരു പോയിന്റ് സൈസ്ഡ് ആയിട്ടുള്ള ലൈറ്റ് സോഴ്സ് ആണ്. ഒരുപാട് ദൂരെ ഒരു കുഞ്ഞു പൊട്ട് പോലെ നമ്മൾ കാണുന്നത്. അപ്പോൾ നമ്മുടെ സ്റ്റാർ ലൈറ്റ്, അപ്പോൾ ശരിക്കും നമ്മൾ ഒറ്റ കാര്യം ഓർത്തോണം, സ്റ്റാർ ലൈറ്റിൻ്റെ അറ്റ്മോസ്ഫിയറിക് റിഫ്രാക്ഷൻ കാരണമാണ് ട്വിങ്ക്ലിംഗ്. അതെന്താണെന്ന് നമ്മൾ കാണുക. അപ്പോൾ സ്റ്റാർ ലൈറ്റ് ഇങ്ങനെ വാക്വത്തിൽ കൂടെ സഞ്ചരിച്ച് നമ്മളുടെ എർത്ത് അറ്റ്മോസ്ഫിയറിൻ്റെ ഏറ്റവും ടോപ്പ് മോസ്റ്റ് ലെയറിലേക്ക് എത്തുകയാണ്. അവിടെ എന്ത് സംഭവിക്കും? ആദ്യം തന്നെ ഈ സ്റ്റാർ ലൈറ്റിന് വാക്വത്തിൽ നിന്ന് എർത്ത് അറ്റ്മോസ്ഫിയറിൻ്റെ ഏറ്റവും മുകളിലത്തെ ലെയറിലേക്ക് വരുമ്പോഴത്തേക്കും അവിടെ ഒരു റിഫ്രാക്ഷൻ സംഭവിക്കും. വൈ? നമുക്കറിയാം വാക്വം എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ലൈറ്റിന് സ്പീഡുള്ള മീഡിയമാണ്. അപ്പോൾ അതിനെക്കാട്ടിലും കുറച്ചും കൂടെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടിയ ഒരു മീഡിയത്തിലേക്കാണ് ലൈറ്റ് എൻട്രി ചെയ്യുന്നത്. അപ്പോൾ എന്ത് സംഭവിക്കും? ശരിക്കും ലൈറ്റ് റേ നോർമലിൻ്റെ അടുത്തേക്ക് ബെൻഡ് ചെയ്യും അല്ലേ, ബെൻഡ് ടുവേർഡ്സ് ദ നോർമൽ. നമ്മൾ റിഫ്രാക്ഷൻ പഠിച്ചിട്ടില്ലേ? അപ്പോൾ ആദ്യത്തെ
ആദ്യത്തെ സ്റ്റെപ്പ് റിഫ്രാക്ഷൻ വാക്വത്തിൽ നിന്ന് അറ്റ്മോസ്ഫിയറിൻ്റെ ആദ്യത്തെ ഒരു ലെയറിലേക്ക് വന്നപ്പോൾ തന്നെ സംഭവിച്ചു. അപ്പോൾ ദെൻ അവിടെ നിന്ന് ഡിഫറെൻറ്റ് ലെയേഴ്സിന് ഡിഫറെൻറ്റ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആയതുകൊണ്ട് മൾട്ടിപ്പിൾ റിഫ്രാക്ഷൻസ് ആണ് ആ ലൈറ്റ് റേക്ക് സംഭവിക്കുന്നത്. ആ സ്റ്റാർ ലൈറ്റ് റേക്ക് മൾട്ടിപ്പിൾ റിഫ്രാക്ഷൻസ് അറ്റ്മോസ്ഫിയറിൻ്റെ ഡിഫറെൻറ്റ് ലെയേഴ്സിൽ വെച്ചിട്ട് സംഭവിക്കുകയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയില്ലേ? ഡിഫറെൻറ്റ് ലെയേഴ്സിൽ ഡിഫറെൻറ്റ് ഒപ്റ്റിക്കൽ ഡെൻസിറ്റീസും ഡിഫറെൻറ്റ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സും ആയതുകൊണ്ട് മൾട്ടിപ്പിൾ റിഫ്രാക്ഷൻസ് സംഭവിച്ചു ലൈറ്റ് റേ നമ്മുടെ കണ്ണിലെത്തുന്നത് വരെ. അപ്പോൾ നമ്മൾ ഈ പല റിഫ്രാക്ഷൻ സംഭവിച്ച് നമ്മൾ എത്തിയ ആ ഒരു ലൈറ്റ് റേ നമ്മൾ ജസ്റ്റ് ഒരു സ്ട്രെയിറ്റ് ലൈൻ വെച്ചിട്ട് ട്രേസ് ബാക്ക് ചെയ്ത് നോക്കിയാൽ നമുക്ക് എന്താ മനസ്സിലാവുക? കണ്ടോ? അതായത് ശരിക്കും നമ്മളുടെ സ്റ്റാറിൻ്റെ പൊസിഷൻ നമുക്ക് കുറച്ചും കൂടെ ഹയർ പൊസിഷനിലേക്കായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ അവിടെ സ്റ്റാർ ഇരിക്കുന്നത് പോലെയാണ് നമുക്ക് എർത്തിൽ നിന്ന് നോക്കുമ്പോൾ തോന്നുക. അപ്പോൾ ശരിക്കും അങ്ങനെയുള്ള ആ ഒരു റേസ്ഡ് ആയിട്ടുള്ള പൊസിഷനെയാണ് നമ്മൾ സ്റ്റാറിൻ്റെ അപ്പാരൻറ്റ് പൊസിഷൻ എന്ന് പറയുന്നത്. ദെൻ സ്റ്റാർ ശരിക്കും എവിടെയാണോ ഇരിക്കുന്നത് അതാണ് സ്റ്റാറിൻ്റെ റിയൽ പൊസിഷൻ. അപ്പോൾ ഈ അറ്റ്മോസ്ഫിയറിക് റിഫ്രാക്ഷൻ ആണ് അതിൻ്റെ കാരണം. ദെൻ ഇനി അടുത്ത പോയിന്റ്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഇതിന് ഡിഫറെൻറ്റ് ലെയേഴ്സ് ആണ് നമ്മുടെ അറ്റ്മോസ്ഫിയറിനുള്ളതെന്ന്. ആൻഡ് അഗെയിൻ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത് മനസ്സിലാക്കിയിട്ടുണ്ട്. ശരിക്കും അറ്റ്മോസ്ഫിയറിൻ്റെ ഓരോ ലെയറും അവർ ഈ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ദേ ആർ കീപ്പ് ഓൺ ചേഞ്ചിങ് അല്ലെ. അവരിങ്ങനെ എപ്പോഴും ഇങ്ങനെ ഒഴുകിക്കൊണ്ടേയിരിക്കും. അവരുടെ ആ ഒരു ഇൻറ്റൻസിറ്റി അല്ല അവരുടെ തിക്നെസ് ഒക്കെ ഇങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ ശരിക്കും ഈ ഓരോ ലെയറിൻ്റെ ബൗണ്ടറീസ് എന്ന് പറയുന്നത് സ്റ്റേഷനറി ആണോ? അല്ല, അവർ ഒരിക്കലും കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുന്നില്ല. അപ്പോൾ ഇങ്ങനെ കോൺസ്റ്റൻ്റ് ആയിട്ട് ഉള്ള ആ ഒരു ബൗണ്ടറി ഇല്ലാത്തത് കൊണ്ട് ഈ പറയുന്ന റിഫ്രാക്ഷൻ എന്ന് പറയുന്നത് ഇങ്ങനെ കണ്ടിന്യൂസ്ലി ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ ആ പാത്ത് ഓഫ് ദ ലൈറ്റ് അതിങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നത് കൊണ്ട് നമ്മൾ ഈ ട്രേസ് ബാക്ക് ചെയ്ത് നോക്കുന്ന അപ്പാരൻറ്റ് പൊസിഷനും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സ്ലൈറ്റ് ആയിട്ട് ഇങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ ഈ അപ്പാരൻറ്റ് പൊസിഷനും ഈ പറയുന്ന പാത്ത് ഓഫ് ദ ലൈറ്റ് റേയും ഇങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് കൊണ്ട് എന്ത് സംഭവിക്കും? എമൗണ്ട് ഓഫ് ലൈറ്റ് നമ്മുടെ കണ്ണിലെത്തുന്ന ആ ഒരു എമൗണ്ട് ഓഫ് ലൈറ്റ് അതും ഇങ്ങനെ കണ്ടിന്യൂസ്ലി വേരി ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ചില സമയത്ത് കൂടുതൽ എമൗണ്ട് ഓഫ് ലൈറ്റ് നമ്മുടെ കണ്ണിൽ വന്ന് പതിക്കും. ചില സമയത്ത് കുറച്ച് എമൗണ്ട് ഓഫ് ലൈറ്റ് ആയിരിക്കും നമ്മുടെ കണ്ണിൽ വന്ന് പതിക്കുക. അപ്പോൾ എന്ത് സംഭവിക്കും? ചില സമയത്ത് നമുക്ക് ബ്രൈറ്ററായിട്ട് ഫീൽ ചെയ്യും, ചില സമയത്ത് ഭയങ്കര ഫെയിൻറ്ററായിട്ട് അല്ലെങ്കിൽ ഡിമ്മറായിട്ട് സ്റ്റാറിനെ കാണും. അപ്പോൾ ഇങ്ങനെ ബ്രൈറ്റ് ഡിം ഈ ഒരു ഓൾട്ടർനേറ്റീവ് എഫക്ട്സ് ഇങ്ങനെ മാറി മാറി വരുന്നത് കൊണ്ട് നമുക്ക് എന്ത് തോന്നും? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ നക്ഷത്രങ്ങൾ ഇങ്ങനെ ട്വിങ്കിൾ ചെയ്യാണ്, മിന്നിത്തിളങ്ങാണെന്ന് നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ എന്തുകൊണ്ടാണ് അപ്പാരൻറ്റ് പൊസിഷൻ ചേഞ്ച് ചെയ്യുന്നതെന്നും അതുപോലെ തന്നെ എന്തുകൊണ്ടാണ് ഈ ട്വിങ്കിളിംഗ് ഇഫക്റ്റ് ഉണ്ടാവുന്നതെന്നും ഇപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയോ? അപ്പോൾ അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്, സ്റ്റാർസ് ട്വിങ്കിൾ ചെയ്യുന്നുണ്ട്, ദെൻ എന്തുകൊണ്ട് മറ്റ് പ്ലാനറ്റ്സ് നമുക്ക് ട്വിങ്കിൾ ചെയ്യുന്നതായിട്ട് ഫീൽ ചെയ്യുന്നില്ല എന്ന്? വൈ പ്ലാനറ്റ്സ് ഡോണ്ട് ട്വിങ്കിൾ? അപ്പോൾ നമുക്കറിയാവുന്നത് പോലെ നമ്മൾ പറഞ്ഞു സ്റ്റാർസ് ഒരുപാട് ദൂരെയായിരുന്നു അല്ലേ. അത് വെച്ച് നോക്കുമ്പോൾ പ്ലാനറ്റ്സ് ആർ മച്ച് ക്ലോസർ ടു എർത്ത്. നമ്മളോട് കുറേ കൂടെ അടുത്താണ് പ്ലാനറ്റ്സ് ഇരിക്കുക. അപ്പോൾ സ്റ്റാർ ഒരു പോയിന്റ് സൈസ്ഡ് ലൈറ്റ് സോഴ്സ് ആയിരുന്നതെങ്കിൽ ശരിക്കും പ്ലാനറ്റ്സ് എന്താണ്? കുറേ പോയിന്റ് സൈസ്ഡ് ലൈറ്റ് സോഴ്സിൻ്റെ ഒരു കളക്ഷനാണ്. അതായത് ഒരു എക്സ്റ്റൻഡഡ് ലൈറ്റ് സോഴ്സ് അല്ലെങ്കിൽ ഒരു ലാർജർ ലൈറ്റ് സോഴ്സ് ആണ്. അപ്പോൾ അതിനകത്ത് നിന്ന് പ്ലാനറ്റ്സിൽ നിന്ന് ഒന്നിൽ കൂടുതൽ ലൈറ്റ് റേസ് നമ്മുടെ കണ്ണിലേക്ക് പുറപ്പെടുന്നുണ്ട്. അപ്പോൾ ശരിക്കും ഈ പറയുന്ന കുറച്ച് ലൈറ്റ് റേസിനൊക്കെ ഇതുപോലെ റിഫ്രാക്ഷനൊക്കെ സംഭവിക്കുന്നുണ്ടെങ്കിൽ തന്നെ അപ്പോൾ ഒരൊറ്റ ലൈറ്റ് റേ അല്ലല്ലോ വരുന്നത്, ഒരു കളക്ഷൻ ഓഫ് പോയിന്റ് സൈസ്ഡ് ലൈറ്റുകൾ ഉള്ളതുകൊണ്ട് ഈ പലവരുടെയും റിഫ്രാക്ഷൻ, ഇപ്പോൾ ഒരാൾക്ക് ഭയങ്കര റിഫ്രാക്ഷൻ നടക്കുമ്പോൾ വേറൊരാൾക്ക് കൂടുതൽ എമൗണ്ട് ഓഫ് ലൈറ്റ് വരുന്നുണ്ടാവും. അപ്പോൾ ഒരു ലൈറ്റ് റേയുടെ വളരെ കുറച്ച് എമൗണ്ട് നമുക്ക് വരുമ്പം അടുത്ത ലൈറ്റ് റേ കൂടുതൽ വരുന്നുണ്ട്. ആ മറ്റേ ലൈറ്റ് റേ വളരെ കുറച്ച് എമൗണ്ട് ഓഫ് ലൈറ്റ് നമ്മുടെ കണ്ണിൽ വരുത്തുമ്പോൾ ബാക്കി ഇതിൻ്റെ ഇപ്പോഴത്തുള്ള വേറെ കുറച്ച് പോയിന്റ് സൈസ് സോഴ്സിനകത്ത് നിന്ന് വരുന്ന ലൈറ്റ് റേ കൂടുതൽ നമ്മുടെ കണ്ണിൽ പതിക്കുന്നുണ്ട്. അപ്പോൾ ഈ പറയുന്ന ഈ എല്ലാ ലൈറ്റ് സോഴ്സുകളുടെയും കൂടെ മൊത്തം എമൗണ്ട് നോക്കുമ്പോൾ ആ ചില കുറവും കൂടുതലെല്ലാം കൂടെ നള്ളിഫൈ ചെയ്തിട്ട് ടാലി ആവും. അപ്പോൾ ശരിക്കും നമുക്ക് കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു ലൈറ്റ് റേ അല്ലെങ്കിൽ കോൺസ്റ്റൻ്റ് ആയിട്ട് ഒരു പെർട്ടിക്കുലർ എമൗണ്ട് ഓഫ് ലൈറ്റ് നമ്മുടെ കണ്ണിൽ വന്ന് പതിക്കുന്നത് കൊണ്ട് നമുക്ക് ഈ പറയുന്ന പ്ലാനറ്റ്സ് ട്വിങ്കിൾ ചെയ്യുന്നതായിട്ട് ഫീൽ ചെയ്തില്ല. അപ്പോൾ നമ്മൾ ഈ അറ്റ്മോസ്ഫിയറിക് റിഫ്രാക്ഷൻ മൂലമുണ്ടാകുന്ന വേറൊരു ഇൻട്രസ്റ്റിംഗ് ഫിനോമിനൻ ആയിട്ടുള്ള ഈ ഏർലി സൺറൈസും ഡിലേഡ് സൺസെറ്റും, അപ്പോൾ ഇത് കാണുന്നതിന് മുമ്പ് ഞാൻ ഒന്നും കൂടെ നിങ്ങൾക്കൊന്ന് ക്ലിയർ ആക്കാനായിട്ട്, എന്താണ് ശരിക്കും ഈ അറ്റ്മോസ്ഫിയറിക് റിഫ്രാക്ഷൻ? ഇത്രയേ ഉള്ളൂ, ബെൻഡിങ് ഓഫ് ലൈറ്റ് ഡ്യൂ ടു എർത്ത്സ് അറ്റ്മോസ്ഫിയർ. അപ്പോൾ ശരിക്കും നമ്മളുടെ അറ്റ്മോസ്ഫിയറിൻ്റെ പ്രസൻസ് കാരണം ലൈറ്റ് റേക്ക് ഉണ്ടാകുന്ന മൾട്ടിപ്പിൾ ബെൻഡിങ്ങിനെയാണ് നമ്മൾ ശരിക്കും
അറ്റ്മോസ്ഫിയറിക് റിഫ്രാക്ഷൻ എന്ന് പറയുന്നത്. അത് എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത്? ഈ പല ലെയേഴ്സിനും ഡിഫറെൻറ്റ് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ആയതുകൊണ്ടും ആ ഒരു ഡിഫറൻസ് ഇൻ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കാരണം മൾട്ടിപ്പിൾ റിഫ്രാക്ഷൻസ് നടക്കുന്നത് കൊണ്ടുമാണ്. അപ്പോൾ ഈ ഒരു ഫിനോമിനൻ കാരണം എങ്ങനെയാണ് ഏർലി സൺറൈസും ഡിലേഡ് സൺസെറ്റും ഉണ്ടാകുന്നതെന്നാണ് നമ്മൾ അടുത്തത് കാണാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഈ പറയുന്ന സൺറൈസും സൺസെറ്റും എന്താ ശരിക്കും? ഈ ഹൊറൈസൻ്റെ ലൈനിനെ ക്രോസ് ചെയ്ത് സൺ പുറത്തേക്ക് വരുമ്പം നമ്മൾ പറയും സൺറൈസ് ആണെന്ന്. അതുപോലെ തന്നെ ആ ഹൊറൈസൻ്റെ ലൈൻ ക്രോസ് ചെയ്ത് സൺ താഴേക്ക് പോകുമ്പം അല്ലെങ്കിൽ പടിഞ്ഞാറ് അസ്തമിക്കുമ്പം നമ്മൾ പറയും സൺസെറ്റ് ആണെന്ന്. അപ്പോൾ എന്താണ് ശരിക്കും ഈ ഹൊറൈസൺ എന്ന് പറഞ്ഞാൽ? നമ്മൾ മലയാളത്തിൽ ചക്രവാളം എന്നൊക്കെ പറയും. ഇത്രേ ഉള്ളൂ. നമ്മുടെ എർത്തിൻ്റെ സർഫസും നമ്മളുടെ ആകാശം സ്കൈയും അത് തമ്മിൽ കൂട്ടിമുട്ടുന്നത് പോലെ നമുക്ക് ഫീൽ ചെയ്യുന്ന, അങ്ങനെ അപ്പിയർ ചെയ്യുന്ന ആ ഒരു ലൈനിനെയാണ് ശരിക്കും നമ്മൾ ഹൊറൈസൺ എന്ന് പറയുന്നത്. അത് നമ്മൾ കൂടുതൽ നന്നായിട്ട് നമുക്ക് കാണാൻ പറ്റുക. നമ്മൾ ഈ ബീച്ചിലൊക്കെ ചെന്നിട്ട് നമ്മൾ കടലിലേക്ക് നോക്കിയിരിക്കുമ്പം നമുക്ക് തോന്നില്ലേ, അങ്ങ് ദൂരെ ഏതോ ഒരു പോയിന്റിൽ കടൽ ഇങ്ങനെ ഒരു ലൈൻ പോലെ നമുക്ക് ഫീൽ ചെയ്യും. അതുപോലെ തന്നെ ശരിക്കും ഈ ആകാശം വന്ന് കടലിൽ മുട്ടുന്ന പോലെ ഒരു ഫീല്, ശരിക്കും ആ ഒരു ലൈനെയാണ് നമുക്ക് കുറച്ചും കൂടെ എളുപ്പത്തിൽ ഹൊറൈസൺ എങ്ങനെയാണെന്ന് നമുക്ക് കുറച്ചും കൂടെ ഡിഫൈൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ശരിക്കും ഈ എർത്തിന് അറ്റ്മോസ്ഫിയർ ഒന്നും ഇല്ലായിരുന്നെങ്കിൽ നമുക്ക് എപ്പോഴാണോ ശരിക്കും സണ്ണ് ആ ഒരു ഹൊറൈസൺ ക്രോസ് ചെയ്ത് വരുന്നത് ആ കറക്റ്റ് ടൈമിൽ തന്നെ നമുക്ക് സൺറൈസ് കാണാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ ഹൊറൈസൺ ക്രോസ് ചെയ്ത് സൺ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ കറക്റ്റ് ടൈം വരെ നമുക്ക് സണ്ണിനെ കാണാൻ പറ്റുള്ളൂ. പക്ഷേ എർത്തിന് അറ്റ്മോസ്ഫിയർ ഉള്ളത് കൊണ്ടാണ് ശരിക്കും നമുക്ക് ഈ അഡ്വാൻസ്ഡ് സൺറൈസും ഡിലേഡ് സൺസെറ്റും കാണാൻ പറ്റുക. അപ്പോൾ അത് എന്തുകൊണ്ടാണെന്നാ? അപ്പോൾ സൂര്യോദയത്തിന് മുമ്പ് അപ്പോൾ ശരിക്കും ഈസ്റ്റിൽ സൺറൈസ് നടക്കുന്നതിന് മുമ്പ് നമ്മൾ നോക്കുമ്പം ഇങ്ങനെ സൺ ഇങ്ങനെ ഉദിച്ചുദിച്ച് വരുമ്പോഴേക്കും നമുക്കറിയാം സൺലൈറ്റിന് ഇങ്ങനെ മൾട്ടിപ്പിൾ റിഫ്രാക്ഷൻസ് നടക്കുന്നുണ്ട് ഓരോ അറ്റ്മോസ്ഫിയറിൻ്റെ ലെയറിലും. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന കൂടുതൽ ഡെൻസർ ആയിട്ടുള്ള മീഡിയത്തിലേക്ക് ലൈറ്റ് റേ പാസ് ചെയ്ത് വരുന്നത് കൊണ്ട് ഈ നോർമലിനോട് അടുത്തേക്ക് ബെൻഡ് ടുവേർഡ്സ് ദ നോർമൽ ആ ഒരു പ്രോസസ്സ് നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കണ്ണിൽ വന്ന് പതിക്കുന്ന ആ ഒരു ലൈറ്റ് റേനെ നമ്മൾ ട്രേസ് ബാക്ക് ചെയ്ത് നോക്കിയാൽ നമുക്ക് എന്താ മനസ്സിലാവുക? ശരിക്കും ഹൊറൈസണിന് താഴെയാണ് സൂര്യനെങ്കിലും ശരിക്കും ഹൊറൈസണിന് മുകളിലേക്കാണ് സൂര്യൻ്റെ അപ്പാരൻറ്റ് പൊസിഷൻ എന്ന് നമുക്ക് തോന്നും നമ്മൾ ട്രേസ് ബാക്ക് ചെയ്ത് നോക്കുമ്പോൾ. അപ്പോൾ ശരിക്കും ഈ റിയൽ പൊസിഷനും അപ്പാരൻറ്റ് പൊസിഷനും തമ്മിലുള്ള ഡിഫറൻസ് നമുക്ക് ഏകദേശം 2 മിനിറ്റോളം വരും. അതായത് ഹൊറൈസണിന് മുമ്പിലേക്ക് സൺ വരുന്നതിന് മുമ്പും ഒരു 2 മിനിറ്റ് തൊട്ട് മുമ്പേ തന്നെ നമുക്ക് സൂര്യനെ കാണാൻ പറ്റും. ഇതേപോലെ തന്നെയാണ് ശരിക്കും നമ്മൾ സൂര്യ അസ്തമനത്തിനും നടക്കുക. അതായത് സൺസെറ്റ്, റിയൽ സൺസെറ്റ് കഴിഞ്ഞിട്ടും ശരിക്കും ഈ സൺലൈറ്റ് ഇങ്ങനെ മൾട്ടിപ്പിൾ റിഫ്രാക്ഷൻസ് കഴിഞ്ഞ് നമ്മുടെ കണ്ണിൽ വന്ന് പതിക്കുന്ന ആ ഒരു ലൈറ്റ് റേ നമുക്ക് ട്രേസ് ബാക്ക് ചെയ്ത് നോക്കുമ്പം നമുക്ക് സൺ ശരിക്കും ഹൊറൈസണിന് മുമ്പിൽ തന്നെ മുകളിലാണെന്ന് നമുക്ക് തോന്നും. അപ്പോൾ ശരിക്കും സൂര്യൻ അസ്തമിച്ച് കഴിഞ്ഞാലും നമുക്കൊരു 2 മിനിറ്റ് നേരത്തേക്കും കൂടെ സൂര്യനെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ മൊത്തത്തിൽ നമുക്ക് ശരിക്കും രാവിലെ 2 മിനിറ്റ് എക്സ്ട്രാ കിട്ടും, വൈകിട്ടും 2 മിനിറ്റ് എക്സ്ട്രാ കിട്ടും. അപ്പോൾ ശരിക്കും നമ്മുടെ ഡേ ലൈറ്റിൽ അല്ലെങ്കിൽ നമ്മുടെ ഡേ ടൈം 4 മിനിറ്റ്സ് ശരിക്കും ഈ അറ്റ്മോസ്ഫിയറിക് റിഫ്രാക്ഷൻ കൊണ്ട് തന്നെ നമുക്ക് എക്സ്ട്രാ കിട്ടുന്നുണ്ട്. സോ ശരിക്കും അറ്റ്മോസ്ഫിയറിക് റിഫ്രാക്ഷൻ എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സ് കാരണം നമുക്ക് തോന്നുന്ന കുറച്ച് ഒപ്റ്റിക്കൽ ഇല്യൂഷൻസ് ആണെന്ന് വേണമെങ്കിൽ പറയാം. എന്ത് ട്വിങ്ക്ലിംഗ് ഓഫ് സ്റ്റാർ, ദെൻ കുറച്ച് ഹയർ പൊസിഷൻ ഓഫ് സ്റ്റാർ, ഏർലി സൺറൈസ്, അതുപോലെ തന്നെ ഡിലൈഡ് സൺസെറ്റ്. അപ്പോൾ ഇതൊക്കെ ശരിക്കും റിയലായിട്ട് നടക്കുന്നതാണോ? അല്ല, അറ്റ്മോസ്ഫിയറിക് റിഫ്രാക്ഷൻ കാരണം നമുക്ക് തോന്നുന്നതാണ്. അപ്പോൾ ഇന്ന് ഈ ഒരു ലെസൺ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാലും നിങ്ങൾ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് ഷെയർ ചെയ്യണം. പ്ലീസ് ഷെയർ ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് പറയുകയും വേണം. അപ്പോൾ ശരിക്കും നിങ്ങൾക്ക് എന്തെങ്കിലും കൺഫ്യൂഷൻ എന്തെങ്കിലും ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ എന്നെ അറിയിച്ചാൽ മതി. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും സജഷൻസും ഒക്കെ നിങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ എന്നെ അറിയിക്കണം. ദെൻ വേറെ ഒരു വീഡിയോയുമായിട്ട് നിങ്ങളുടെ മുമ്പിൽ എത്തുന്നത് വരെ നിങ്ങൾക്ക് ഇതുവരെ തന്ന എല്ലാ സപ്പോർട്ടിനും ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച് ഫോർ യുവർ ടൈം. ഹാവ് എ ഗ്രേറ്റ് ഡേ.